ചെയ്ത പോളിംഗിലെ ഏറ്റവും മാധ്യമങ്ങളെ അനുകൂലമായിട്ടുള്ള വോട്ടാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു പോളിംഗ് ആണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ല രീതിയിലുള്ള പോളിംഗ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ഏതാണ്ട് 50% പോളിംഗ് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ച പ്രകാരം ഞങ്ങളുടെ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും ഉച്ചയാകുമ്പോഴേക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനാവുക. ഇനിയുള്ള സമയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് അത്യാവശ്യം മാറ്റം ഇനിയും ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ കൂടി വോട്ട് ചെയ്യുന്നതോടുകൂടി വലിയ മുന്നേറ്റം, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നേടാൻ പോകുന്നത് എന്നുള്ളതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. തളിപ്പറമ്പിലും പയ്യന്നൂരിലുമാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് അതിൽ ഔദ്യോഗിക കണക്ക് വന്നത് പ്രകാരമുള്ളത്. നമുക്കറിയാലോ ഈ രണ്ട് മണ്ഡലങ്ങളിലും എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേയും പ്രചരണ സമയത്തൊക്കെയുള്ള സമയം. അല്ല, ജനങ്ങളാകെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുന്ന LDF കൂടാണ്. പിന്നെ എന്താ ഇവിടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ 52% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളതാണ്. 52% വോട്ട് ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടാണ്. അപ്പോൾ പയ്യന്നൂർ അതുപോലെ തന്നെയാണ്, അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അതിൽ യാതൊരു ഉത്കണ്ഠ ഉണ്ടാവേണ്ടിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ കേരളത്തിലാകെ നല്ല രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ജനങ്ങളുള്ളത് എന്നുള്ളതാണ് സംഭവം. പോളിംഗ് ശതമാനം ഉയർന്നു കഴിഞ്ഞാൽ അത് പൊതുവെ LDF-ന് എതിരാണെന്നുള്ളൊരു പഴയ ഒരു തെറ്റായ പ്രചരണം മാത്രമാണ്. അത് അങ്ങനെയാണ് ചില ആൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. നല്ല പോളിംഗ് ഉള്ളപ്പോൾ തന്നെയാണ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് വന്നത്. അതിനേക്കാളും കുറഞ്ഞ പോളിംഗ് ഉള്ളപ്പോഴാണ് രണ്ടാമത്തെ പ്രാവശ്യം വന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് കുറയുന്നു എന്നുള്ളതുകൊണ്ടോ പോളിംഗ് കൂടുന്നു എന്നുള്ളതുകൊണ്ടോ എന്തെങ്കിലും വ്യത്യാസം വരാൻ പോകുന്നില്ല. ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. വളരെ ഫലപ്രദമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പോളിംഗിൻ്റെ ഭാഗമായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ഞങ്ങളുടെ പരമാവധി വോട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിർദ്ദേശം. അതിനനുസരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ വർധനവാണ് യഥാർത്ഥത്തിൽ ഇപ്പം കാണാൻ കഴിയുന്നത്. ഇനിയും ബാക്കിയുള്ളവർ കൂടി വോട്ട് ചെയ്യുന്നതോടുകൂടി കുറേയും കൂടി നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ മുന്നേറ്റമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളാകെ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രതികൂലമാണെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. ശ്രീ ആന്റണി പറഞ്ഞത് LDF പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങട്ടെ എന്നാണ്. എന്താണ് മറുപടി? അതിനൊന്നും മറുപടിയില്ല. അതൊക്കെ ഇനി തീരുമാനിക്കാൻ പോവല്ലേ. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവസാനിപ്പിച്ച് വനവാസത്തിന് പോകുന്നു. സുധാകരൻ പറഞ്ഞത് അങ്ങനെ വനവാസത്തിന് പോകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അത്ര സുധാകരന്റെ ഭാഗത്തുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന SIR ആണ് ഈ ഇത്തരം ഉയർന്ന പോളിംഗിന് കാരണം. 80% രാവിലെ പറഞ്ഞപ്പോൾ 90% കടക്കുന്നൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. അല്ല, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാൽ പുതുക്കിയല്ലോ. യഥാർത്ഥത്തിൽ വോട്ടർ ലിസ്റ്റ് പുതുക്കിയതിൻ്റെ ഭാഗമായിട്ട് ഉള്ളവരാണല്ലോ വോട്ട് ചെയ്യാനുണ്ടാവുക. അപ്പോൾ നല്ല ശതമാനം ആളുകൾ വോട്ട് ചെയ്യുന്നു പറയാം. അത് അതിന് പ്രത്യേക കഴിവൊന്നും വേണ്ട, പ്രത്യേക ഗവേഷണവും വേണ്ട. നമ്മളിപ്പോൾ പുതുതായിട്ട് ഈ മാസമാണ്, യഥാർത്ഥത്തിൽ മാർച്ച് മാസമാണ്, അവസാനമാണ് 23-നാണ് യഥാർത്ഥത്തിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആ ലിസ്റ്റ് തയ്യാറാക്കിയവരെല്ലാം നിലവിലുള്ളവരാണല്ലോ. മരിച്ചുപോയതും അതുപോലെ നാട്ടിലില്ലാതൊക്കെ ഒഴിവായിട്ടാണല്ലോ പുതിയ വോട്ടർ ലിസ്റ്റ്. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് നല്ല ശതമാനം ആളുകൾ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. കണക്ക് പ്രകാരമാണെങ്കിലേ LDF കണക്ക് കൂട്ടിയിരുന്ന ആൾക്കാരുടെ വോട്ട് ചെയ്തു വന്നു. അപ്പോൾ അതിന് പുറത്തുള്ള ആൾക്കാർ അത് കുറവാണ്, UDF-ന്റെ വോട്ടുകൾ കുറവാണ് എന്നാണ് നമ്മൾ. അതിനെ പിന്നെ സംശയ കാര്യത്തിന് അതുകൊണ്ടല്ലേ നമ്മൾ ജയിക്കുന്നു. ഞങ്ങൾ ജയിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളെക്കാളും കുറവ് വോട്ട് മാത്രമേ UDF-നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. UDF-നും BJP-ക്കും അതാണ് സ്ഥിതി. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പയ്യന്നൂർ CPM ശക്തി കേന്ദ്രത്തിൽ കള്ളവോട്ട് ചെയ്യുന്നത് അവിടുത്തെ UDF അതൊക്കെ എല്ലാ കാലത്തും UDF തന്നെയാണ്. അല്ല, കുഞ്ഞികൃഷ്ണൻ UDF അല്ലേ? പിന്നെന്തിനായി വേറെ നോക്കണ്ടേ? ആരോപണങ്ങൾ പണ്ടേ ഉന്നയിക്കുന്ന ആരോപണമാണ്. അത് ഇപ്രാവശ്യം ഉന്നയിച്ചത് മാത്രമേ ഉള്ളൂ. അത് സാധാരണ കുഞ്ഞികൃഷ്ണനല്ല പറയുക, UDF പറയുക. ഇപ്രാവശ്യം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു, അത് UDF പറഞ്ഞിരിക്കുന്നു കണ്ടാൽ മതി. പക്ഷേ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഇന്നും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല. അവർക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റിയാന്ന്? അവർ കോടാനുകോടി ഉറുപ്പിക പിരിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും 5 കോടി പിരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? കോൺഗ്രസ്സുകാർ വിശ്വസിക്കുമോ? അപ്പോൾ അവർക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ തട്ടിക്കയറുക, റിപ്പോർട്ടർമാരോടെല്ലാം ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുക വരുന്നില്ല. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം ആരാണ്, അദ്ദേഹം AK സെന്ററിലെ പ്യൂണിനോട് ചോദിച്ചിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഉത്തരം മുട്ടിയ കൊഞ്ഞനം കാട്ടുക എന്ന് പറയുന്നതാണ് പച്ച മലയാളം. അവർക്ക് ഉത്തരം പറയാനില്ല. അപ്പോൾ കൊഞ്ഞനം കാട്ടി ആളുകളെ പരിഭ്രാന്തരാക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. വലിയ രീതിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്
ഇപ്പോൾ അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം. അവസാനം ഏതൊരു നോട്ടീസിൻ്റെ പേരിൽ കുറച്ച് കള്ളാസ് എഴുതി കൊണ്ടുവന്നിട്ട് ഇതാണ് കണക്ക് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് അവരെ സംബന്ധിച്ച് പരിഹാസ്യമായിരിക്കുകയാണ്. അതാണ് ചിത്രം. മലപ്പുറം ഭാഗത്തെ കൂടും കൂടും മലപ്പുറം ഭാഗത്ത് വലിയ തോതിൽ ബൂത്ത് പിടിക്കാൻ ശ്രമം നടത്തും.